കൊള്ളാമോ? ഇത് കാറിൽ വയ്ക്കണമെന്നാണ് എഴുതിയത്. പക്ഷെ ഇപ്പൊ വെച്ചിട്ട് ഈ ബാത്റൂമിൽ വെക്കാൻ കൂടി തോന്നുന്നു. തനിക്കൂടി സീരിയസ് ആണ്. അപ്പം നമുക്ക് സീരിയസ് ആയിട്ട് ഇരുന്നാൽ പറ്റില്ല. നമ്മളിതേ ഒരു 1 ഡേ ട്രിപ്പിന് പോവുകയാണ്. അതായത് നമ്മൾ ഖരാഡിയിൽ നിന്ന് ലോണാവലയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഖരാഡിയിൽ നിന്ന് ലോണാവലയിലേക്ക് പോകാനായിട്ട് 1.5 മണിക്കൂറാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടെ നേരത്തെ തിരിച്ചിരുന്നെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ വേഗം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നേനെ. പക്ഷെ ഇത് ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നില്ല. നമ്മുടെ ദീപാവലി അല്ലേ, ദീപാവലിക്ക് ശ്രീക്ക് ഒരു ദിവസമാണ് ലീവ് കിട്ടിയിരിക്കുന്നത്. ബാക്കി കുറേ പേർക്ക് സ്കൂളിലെ കുട്ടികൾക്കും ഒക്കെ നമ്മുടെ ഓണം പോലെയാണ്. അതായത് ഒരു 10 ദിവസം അവർക്ക് ലീവൊക്കെ ഉണ്ടാവും. ഈ ദിവസങ്ങളിലാണ് ഇവർ നാട്ടിലേക്ക് പോകുന്നതും അല്ലാണ്ട് ട്രിപ്പിനൊക്കെ ആയിട്ട് പോകുന്നത് ഈ ഒരു ദീപാവലി ഹോളിഡേയ്സിനാട്ടോ. അങ്ങനെ ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ നമ്മളത് രാവിലെ എണീറ്റ് എന്ത് ചെയ്യും ഇന്ന്, തനിക്കുട്ടീനെയും കൊണ്ട് വീട്ടിലിരിക്കാന്ന് വെച്ചാൽ അയ്യോ നടപടിയാണ് കാര്യമല്ല. അങ്ങനെ വെച്ചാൽ ഓക്കെ എങ്ങനെയാണ് നമുക്ക് ലോണാവലയിൽ ട്രിപ്പാരോ? ഓക്കെ ശരി, ഒട്ടും പ്ലാൻഡ് അല്ല പോയ ട്രിപ്പല്ലേ, അടിപൊളി സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ബ്ലോഗിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പോകുന്ന റൂട്ട് വന്നിട്ട് ഖരാഡി ടു പിമ്പിരി ചിഞ്ചവാഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം വഴിയാണ് പോണത്. ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ ഈ പിമ്പിരി ചിഞ്ചവാഡിൽ. കാരണം ഒരുപാട് ഫാക്ടറീസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ജോലി ഒക്കെ ചെയ്യുന്ന ഒരുപാട് മലയാളി ഫാമിലീസൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ നമ്മുടെ അയ്യപ്പ അമ്പലത്തിലോട്ട് പോകുന്നതും ഈ റൂട്ടാണ്. പിമ്പിരി ചിഞ്ചവാഡ് കഴിഞ്ഞാണ് നമ്മൾ ആ ഒരു റൂട്ട് ടച്ച് ചെയ്താണ് നമ്മൾ ഇപ്പം അമ്പലത്തിലേക്കൊക്കെ പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ അയ്യപ്പ അമ്പലമൊക്കെ ഇരിക്കുന്ന സ്ഥലം കാണാനായിട്ട്. പക്ഷെ നമ്മുടെ ഫോൺ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ആൾ നിൽപ്പുണ്ട്. കാര്യം അത് മിലിറ്ററി ഏരിയ ആയതുകൊണ്ട് അവർ ഒരു കാരണവശാലും ഒരു വീഡിയോസ് എടുക്കാൻ സമ്മതിക്കത്തില്ല. കിട്ടുന്നുള്ള കുറച്ച് എനിക്ക് പറ്റുന്നുള്ള ചെറിയ ചെറിയ വീഡിയോസ് മാത്രം ഞാൻ എടുത്തിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ വീഡിയോസ് ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ടോൾ എത്തിയിട്ടുണ്ട്. ടോള് നമുക്ക് നമ്മുടെ മറാഠി നമ്പേഴ്സ് ആട്ടോ. അത് വല്ലതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ എനിക്കൊരു തേങ്ങയും മനസ്സിലാവാറില്ല. ഇവരുടെ ഭാഷ പോലും ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട് വല്ല ചൈനീസ് വല്ലതും ആണോ എന്ന്. കാരണം ഒന്നും മനസ്സിലാവത്തില്ല കേട്ടോ. ഹിന്ദിയൊക്കെ അറ്റ്ലീസ്റ്റ് പിന്നെ നമുക്ക് മനസ്സിലാവും. മറ്റേ ഇവരെന്താണ് പറയണത്? ഇതാ വായും തുറന്ന് ഇങ്ങനെ നിൽക്കും. ആദ്യം എന്താ ഭാഷയാണ്, മറ്റേ ചൈനയിലാണോ നിൽക്കുന്നതെന്നൊക്കെ തോന്നിപ്പോവും. നമ്മളാദ്യം അങ്ങനെ നിൽക്കണ കാണുമ്പോൾ തന്നെ അവര് പതുക്കെ ഹിന്ദിയിലോട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ഇത്തിരി ഇങ്ങനെ സമാധാനം, ഓക്കെ കുഴപ്പമില്ല, ഹിന്ദിയല്ലേ. അങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരൊക്കെ നിങ്ങൾ കണ്ടില്ലേ, പിമ്പിരി ചിഞ്ചവാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സ്ഥലമാട്ടോ. അത് ഒരുപാട് മലയാളീസ് ഈ സ്ഥലത്തുണ്ട്. കാരണം ഇവിടെയാണ് ഈ പിമ്പിരി ചിഞ്ചവാഡിലാണ് ഒരുപാട് ഫാക്ടറീസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മലയാളി ഫാമിലിയൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ. അതുപോലെ എന്താ പറയുക, ഞാൻ ഇങ്ങനെ ചില സമയം വിചാരിച്ചിട്ടുണ്ട് ഇവിടുത്തെ പല സ്ഥലത്തിൻ്റെ പേര് കേൾക്കുമ്പോഴും നമ്മുടെ മലയാളികൾ ഇട്ട പേരാണോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ പിമ്പിരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയാം, നമ്മുടെ നാട്ടിലൊക്കെ പറയണം അടിച്ച് പിമ്പിരിയായിട്ട് വരണം എന്നൊക്കെ പറയും. അതുപോലത്തെ പേരുകളാണ്. ഇനിയുണ്ട് പല പല അടിപൊളി പേരുകൾ. അതിനി വരും വ്ളോഗിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കാക്കാനല്ല, കേൾക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മളത് റീച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എത്തിയത് കർല കേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പിനോടൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ നമ്മുടെ കൂടെ ഗൂഗിൾ ചേച്ചിയും കൂടെ ഉണ്ട്. അപ്പോൾ കർല കേവ്സിലെയാണ് നമ്മൾ ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ഓക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം, കേവ്സ് അല്ലേ, ചിലപ്പം കുറച്ച് നടക്കാനൊക്കെ അധികം കാണുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. എന്താണെന്നൊന്നും ആദ്യം നോക്കിയില്ല. ഓക്കെ കർല കേവ്സ് എങ്കിൽ കേവ്സ് അങ്ങനെ വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫുഡൊക്കെ പാക്ക് ചെയ്താണ് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ്. നമ്മൾ സാധാരണ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ട്രിപ്പിനൊക്കെ 1 ഡേ ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ മാക്സിമം ഫുഡൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പറ്റുന്നുള്ള സ്ഥലത്തൊക്കെ നമ്മുടെ പേപ്പർ പ്ലേറ്റിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകാറുള്ളത്. നിങ്ങളും ഇതുപോലെയൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി നോക്കുക, നല്ല രസമാണ്. ഇതുപോലത്തെ അടിപൊളി വ്യൂസൊക്കെ കണ്ട് കഴിക്കാനൊക്കെ പറ്റുവാണെങ്കിൽ സൂപ്പറാണ്, അടിപൊളിയാണ്. ഇപ്പം തനിക്കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്തിരി ഒരു പണ്ടത്തെ പോലെ ഒരുപാട് സമാധാനമായിട്ടിരുന്ന് ഇങ്ങനെ കഴിക്കാനൊന്നും പറ്റാറില്ല.
കുറവാണ്. നമ്മളതുപോലെ ട്രിവാൻഡ്രം ടു കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിലും ഞാനിങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും കേട്ടോ. അവിടെ എനിക്ക് കൃത്യമായിട്ട് സ്ഥലം അങ്ങോട്ട് പറഞ്ഞു തരാറുണ്ട്. അവിടെ ഏതൊരു പുഴയാണോ എന്താണെന്ന് അറിയില്ല, എവിടെ ഒരു സൈഡ് എത്തുന്ന സമയത്ത് നമ്മൾ ഒതുക്കും കേട്ടോ. നല്ല ഭംഗിയാണ് ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ അടിപൊളിയാട്ടോ, ഭയങ്കര രസമാണ്. എനിക്ക് എവിടെയാണ് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എനിക്ക് അങ്ങോട്ട് അറിയത്തില്ല. അങ്ങനെ ഇതേ അടിച്ചു വിട്ടിട്ടുണ്ട്, സൂപ്പർ ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ പേപ്പർ പ്ലേറ്റ് നമ്മൾ ഒരിക്കലും വലിച്ചെറിയില്ല, അത് നമ്മുടെ വേസ്റ്റ് മാത്രം അങ്ങോട്ട് കളഞ്ഞിട്ട് അത് നമ്മൾ തിരിച്ചു കൊണ്ടുപോകാനാണ് പതിവ്. എന്നിട്ട് നമ്മൾ ഫ്ലാറ്റിൽ കൊണ്ടിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യും. അങ്ങനെയാണ്. കാരണം ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. കാരണം വീടിൻ്റെ സൈഡിലൊക്കെ ഓട കണ്ടാലോ ചെറിയൊരു സ്പേസ് പറമ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ഇപ്പോഴും വേസ്റ്റ് കൊണ്ട് വലിച്ചെറിയുന്ന പരിപാടി ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ആരും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ശ്രീ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോഴത്തേന് ഞാനും തരിക്കുട്ടിയും നടന്ന് പോയപ്പോൾ ഇരിക്കുന്നു നമ്മുടെ ഉപ്പിലിട്ട മാങ്ങയല്ല, മുളകിട്ട മാങ്ങ. ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ഞാൻ കഴിക്കാണ്ടിരിക്കില്ല, ഞാൻ കഴിക്കും. കാരണം പണ്ടൊക്കെ നമ്മൾ ശബരിമലയിൽ പോകുന്ന സമയത്തൊക്കെ ഇതൊക്കെ കഴിച്ച് നല്ല ഓർമ്മയുണ്ട്. നൊസ്റ്റ് ഒന്നുമല്ല, ഭയങ്കര കൊതിയായിട്ടാണ്. എവിടെ കണ്ടാലും ഇങ്ങനെ കണ്ടാൽ നമുക്കൊരു കൊതി തോന്നൂല കഴിക്കാനായിട്ട്. അങ്ങനെ ഇതേ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചത്. ഈ കർള കേവ്സിൽ ഞാനിങ്ങനെ അവിടെ നിന്ന സമയത്ത് കുറേ പേരൊക്കെ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്, നെറ്റിയിലൊക്കെ കുങ്കുമം കിടക്കുന്നു. അപ്പൊ ചേച്ചി ഇവിടെ നീ അമ്പലം വല്ലതും ഉണ്ടോ മുകളിൽ? കാരണം ഒന്നും നോക്കാണ്ട് പുറപ്പെട്ടിറങ്ങിയതല്ലേ. ഇപ്പോഴാണ് പറയുന്നത് ഈ കേവ്സിന്റെ അടുത്തായിട്ടാണോ എവിടെയാണെന്ന് അറിയില്ല, അവിടെ ഒരു അമ്പലമുണ്ട്. അതായത് എക്വീര എന്ന് പറഞ്ഞിട്ട് ഒരു മാതാജീനെ പ്രതിഷ്ഠയുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ മേളിലൊരു അമ്പലം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് കേവ് പോയി കാണാം. നമ്മൾ ചിക്കനും ചപ്പാത്തിയും ഒക്കെ അടിച്ച് വിട്ടിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് അമ്പലത്തിൽ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ കേവ്സ് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, കേവെങ്കിലും കണ്ടിട്ട് വരാം, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ ഒക്കെ പറഞ്ഞിട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, അതായത് നമ്മുടെ ബോഡിയും കൂടെ അനുവദിക്കണ്ടേ. അതായത് അങ്ങോട്ട് മേളിൽ കയറാനായിട്ട് 250 സ്റ്റെപ്സാണുള്ളത്. ഞാൻ വേറെ എവിടെ അന്നേരം ഇരുന്ന് എടുത്ത് നോക്കിയപ്പോൾ 300 കണ്ടപ്പോൾ തന്നെ ഞാൻ തലയിറങ്ങി. കാരണം 2 സെറ്റ് ഇവിടെ കയറിയപ്പോൾ തന്നെ, അതായത് നമ്മുടെ ഈ ചെറിയ ലുട്ടാപ്പീനെ കൊണ്ടാണ് മേലോട്ട് കയറേണ്ടത് 250 സ്റ്റെപ്സും വെച്ചിട്ട്. ഇവിടെ റോപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നമ്മൾ സ്റ്റെപ്പ് ചവിട്ടി തന്നെ കയറണം. മേളിൽ ആ 2 സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ, അതായത് 2 സെറ്റ് കയറിയപ്പോൾ തന്നെ ഞാനും ശ്രീയും അവിടെ ഒരു സൈഡിൽ അമ്മയെ പൊത്തോന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു കേട്ടോ. ഒരു സൈഡിൽ അതായത് കയറാൻ പറ്റണില്ല, ഒട്ടുമേ കയറാൻ പറ്റുന്നില്ല. രണ്ടുപേരും മാറി മാറി പിടിച്ച് അവളെ എടുത്തിട്ട് കയറി നോക്കി, ഒന്നുമില്ല. ബഡ് ബേബിയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളെയും വെച്ചിട്ട് കയറുന്ന കാര്യം പോസിബിൾ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ആ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പകുതി എത്തുമ്പോൾ ഞാനും ചെറിയ അവിടെ ചത്തു വീഴും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ പ്ലാൻ അങ്ങ് ക്യാൻസലാക്കിയിട്ട് ഇപ്പം ആവേശമായിട്ടൊക്കെ കയറി പോകുന്നുണ്ട്. നിങ്ങൾക്ക് അതേപടി കാണാം, അതേ ആവശ്യത്തിൽ തിരിച്ചിറങ്ങി വരുന്നത്. തിരിച്ചിപ്പോൾ വരും. അങ്ങനെ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോഴത്തേന് പൂക്കുറ്റി മഴയായി. അതായത് കുറേ നാളിവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വന്നതിൻ്റെ ആ ദിവസമാണ് അവിടെ മഴ പെയ്തു തുടങ്ങിയത്, മനസ്സിലായോ? അങ്ങനെ അങ്ങ് അറ്റം വരെ കയറാനുള്ള കേട്ടോ. അങ്ങനെ കയറിയില്ല, തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് നേരം അവിടെ മഴ തോരാനൊക്കെ ആയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ, കുറച്ചധികം നേരം. കാര്യം നല്ല മഴയുണ്ടായിരുന്നു. കുറച്ച് മഴ ഒന്ന് കുറച്ച് പോലും ഒന്ന് തോരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ ഷോൾ ഉണ്ടായിരുന്നു, അത് തനിക്കുട്ടിയുടെ തലയിലിട്ടിട്ട് ഞാനും ശ്രീയും കൂടെ അങ്ങ് നടന്നു. കാരണം മഴ കുറേ അധികം സമയം മഴ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഷോളല്ല, എനിക്കൊരു ടവൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തനിക്കുട്ടിക്ക് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് മാറ്റാനായിട്ട് ഒരു ടവൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവളുടെ തലയിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പോയി കേട്ടോ. അന്നേരം കുറച്ചായപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ, ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും തനിക്കുട്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ തനിക്കുട്ടി ഡേ കെയറിലോ എവിടെയെങ്കിലും പോകുന്ന ടൈമിൽ നമ്മൾ വരേണ്ടി വരും ഇങ്ങോട്ട്, ഞാനും ശ്രീയും മാത്രം. അല്ലെങ്കിൽ തനിക്കുട്ടീനെയും കൊണ്ട് വരാം, പക്ഷെ നമ്മൾ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് വരണം. മനസ്സും ശരീരവും ഒക്കെ പ്രിപ്പയർഡ് ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ സ്റ്റെപ്സൊക്കെ കയറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നടക്കില്ല.
അങ്ങനെ ദേ വച്ച് പിടിച്ചിട്ടുണ്ട്. അടുത്തത് വാട്ടർഫോളിലേക്ക്. അങ്ങനെ വാട്ടർഫോൾ ഗൂഗിൾ അമ്മച്ചി നമ്മളെ വാട്ടർഫോൾ കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ്. എന്നിട്ടും അവിടുന്ന് നമ്മുടെ കള്ള കേവ്സിന് താഴോട്ടിറങ്ങിയപ്പോഴത്തേന് അങ്ങനെ നമ്മൾ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ. അങ്ങനെയായിട്ട് ഇത് കണ്ണിൽ കണ്ട ഒരു സാധനമാണ് നമ്മുടെ വള. അവിടെ ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വളയൊക്കെ നല്ല വളകൾ കാണുകയാണെങ്കിൽ മേടിക്കും. അപ്പോൾ എനിക്ക് പച്ചവള ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം ഒരു റീസെൻ്റ്ലി ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു എനിക്ക് പച്ചവള വേണം. കാരണം പച്ച സാരിയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വള മേടിച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലെ നമ്മൾ ഗുജറാത്തിലായിരുന്ന സമയത്ത് അവിടെ ഒരു പാവാഗഡ് എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു മാതാജിയുടെ അമ്പലമാണ്. അവിടെ പോയ സമയത്ത് ഇതുപോലെ നമ്മൾ വളയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ വള ഇപ്പോഴും എൻ്റെ കയ്യിൽ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല ഇങ്ങനെ ഇതിനൊക്കെ നല്ല വില റേറ്റ് കുറവാട്ടോ. അതായത് ഒരു 20 രൂപയും കണ്ടേ ഉള്ളൂ ഒരു സെറ്റിനൊക്കെ, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ ഓൺലൈൻ സൈറ്റിലും പല സ്ഥലത്തുമൊക്കെ നോക്കുമ്പോൾ ഇതേ സെയിം വളയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും, നല്ല റേറ്റാണ്. അതായത് 400 രൂപയും 300 രൂപയ്ക്കൊക്കെ ഇട്ടാണ് വിൽക്കുന്നത്. ഇന്നൊന്നും അത്രയും റേറ്റ് ഇല്ല കേട്ടോ, റേറ്റ് കുറവാണ്. എനിക്ക് ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു അടിപൊളി ഒരു വളയും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോണത് നമ്മുടെ വാട്ടർഫോളിലേക്കാട്ടോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ ഇനി കാണാം. പാനിയൊന്നും ഇല്ലെന്ന് ഇപ്പൊ കണ്ടത് ദേ ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഈ വഴി കൂടെയാണ്, ആ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ വാട്ടർഫോളിലേക്ക് പോവേണ്ടത്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് ഈ കാറും വെച്ച് നമുക്ക് ഇറക്കാനായിട്ട് ഒരു ചെറിയ പേടി. കാരണം അവിടെ നല്ലൊരു കുഴി വരുന്നുണ്ട്. അപ്പൊ തിരിച്ച് കാറ് മേളിലേക്ക് കയറുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല വാട്ടർഫോളിൽ അവിടെ വെള്ളമില്ല. ദേ ഈ കാണുന്നത് നമ്മുടെ ലോണാവലില് ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോളും ഡാമും ഒക്കെ ഇതൊക്കെയാണ് കേട്ടോ. പക്ഷേ ദേ ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ കാണുന്നില്ലല്ലോ, വെള്ളമില്ല. അതായത് ഇപ്പൊ സീസൺ ആയിട്ടില്ല, നമ്മൾ നോക്കാതെയൊക്കെ പുറപ്പെട്ടിറങ്ങിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചു. നമ്മൾ ഓൾറെഡി ഗൂഗിളൊക്കെ ചെയ്ത് ഇപ്പോൾ സീസൺ ആണോ എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ പല സ്ഥലത്തും നമ്മൾ ഇറങ്ങി തിരിക്കാവുള്ളൂ, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അങ്ങനെ ദേ നമ്മൾ ഫ്ലോപ്പായി പോയി ഗൈസ്, എല്ലാം ഫ്ലോപ്പ്. നമ്മൾ ഉദ്ദേശിച്ച ലോണാവലെ തന്നെ ഗൈസ്. ട്രിപ്പൊക്കെ ഫ്ലോപ്പായിട്ട് ദേ നമ്മുടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ദേ ലോണാവലയിൽ ഫേമസ് ആയിട്ട് 2 സ്വീറ്റ്സ് കിട്ടും ഇവിടെ. അതായത് ചിക്കിയും ഫഡ്ജ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക. അപ്പോൾ ഈ കടയിൽ നിൽക്കുന്ന പുള്ളിക്കാരൻ മലയാളിയായിരുന്നു കേട്ടോ. പുള്ളിക്കാരനെ കാണുക ശ്രീഇന്ത്യയിലാണ് ക്യാമറ കൊടുത്ത് വിട്ടത്. സ്ത്രീക്ക് അങ്ങനെ ക്യാമറ ഒന്നും എടുത്തതിന് വീഡിയോ ഒന്നും എടുക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ആ പുള്ളിക്കാരൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് വിശേഷമൊക്കെ ചോദിക്കായിരുന്നു. അങ്ങനെ ഫഡ്ജ് വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടും ക്രീമി ആയിട്ട് ഇരിക്കുന്ന ഒരു ടെക്സ്റ്ററോട് സാധനമായിരുന്നു കേട്ടോ. ഇങ്ങനെ ചോക്ലേറ്റ് ഫഡ്ജാണ് നമ്മൾ മേടിച്ചത്. പിന്നെ സ്ട്രോബെറി ഫഡ്ജും മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി ഫഡ്ജ് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ചോക്ലേറ്റ് കൊള്ളാം കേട്ടോ, ഭയങ്കര കുറച്ച് തിക്കാണ്. പക്ഷെ നമ്മൾ വായിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഫഡ്ജ്. ചിക്കി വന്നിട്ട് നമ്മുടെ കപ്പലണ്ടി മിഠായി ഇല്ലേ, അതുപോലത്തെ ഒരു സംഭവം തന്നെ, ഹാർഡായിട്ട് ഭയങ്കര ക്രഞ്ചി ആയിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കപ്പലണ്ടി മിഠായി എന്ന് തന്നെ പറയാം. പിന്നെ ക്യാഷ് വെച്ചിട്ട് അവർ ഇങ്ങനെ അതേ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെസമി സീഡ്, പിന്നെ നമ്മൾ എന്താ പറയുക, എനിക്കതിൽ ക്യാഷ്യൂവിൻ്റെ അങ്ങോട്ട് ഇഷ്ടമായില്ല. നമ്മളെ കപ്പലിൻ്റെ മിഠായി ഇഷ്ടമായി, സെസമി സീഡും എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടോ. രണ്ടും നല്ലതായിരുന്നു.
അങ്ങനെ ദേ നമ്മുടെ ലോണാവള ട്രിപ്പ് വെള്ളത്തിലായി. നമ്മൾ ദേ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നവംബറിലോ ജാനുവരിയിലോ സീസൺ നോക്കിയിട്ട് നമ്മൾ ഒന്നും കൂടെ എഗെയിൻ നമ്മൾ 1 more ട്രിപ്പ് നമ്മൾ ലോണാവലയിലോട്ട് നമ്മൾ വരും. അന്നേരം ഇപ്പം മിസ് ഔട്ട് ചെയ്ത് നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാട്ടെ എന്തൊക്കെയാണ് അവിടെയുള്ള കാഴ്ചകൾ, എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. തിരിച്ചു പോയത് നമ്മൾ ഹൈവേ വഴിയായിരുന്നു. അന്നേരം വിഷമിച്ചിരിക്കുകയായിരുന്നല്ലോ, നമുക്ക് ട്രിപ്പ് ഫ്ലോപ്പായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അന്നേരം എൻ്റെ ഈ വിഷമമൊക്കെ അങ്ങോട്ട് മാറി. ആദ്യ വ്യൂ ആയിരുന്നു കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പം. അതായത് ഹൈവേ വഴിയാണ് നമ്മൾ പോയത്. മണാലിക്ക് ശേഷം ഞാൻ അടുത്ത ഒരു അടിപൊളി വ്യൂ കണ്ടത് ഇവിടെയാണ് കേട്ടോ. അതായത് കോടയൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. എനിക്ക് പറ്റുന്നോളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് വേറൊരു കാര്യം പഠിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഹൈവേ ടച്ച് ചെയ്ത് വരുന്നതാണ് നല്ലത്. കാര്യം ഹൈവേ ടച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂസ് കാണാം, ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് സ്പോട്ടുണ്ട്. അടിപൊളി ഭംഗിയാണ് കേട്ടോ, നമുക്ക് വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. അടിപൊളി റോഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞതേ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ വീട് ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് മുമ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അടിപൊളി റോഡ് ട്രിപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് റോഡ് ട്രിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് ഒന്നും കൂടെ ഇത് എന്താ പറയുക ആസ്വദിക്കണം എന്നുണ്ട്. അപ്പം നമ്മൾ ജാനുവരിയിലോ ഡിസംബറിലോ എങ്ങാനും ഒന്നും കൂടെ പോകുന്നുണ്ടായിരിക്കും കേട്ടോ. അന്നേരം ഞാൻ അടിപൊളി വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പരിപാടിയൊന്നുമില്ല. ഇനി നമ്മളിത് ചായക്ക് കുടിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് വേറൊരു ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.